ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബിരിയാണിയാണ്. സോയാ ചങ്ക്സ് ബിരിയാണിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. എല്ലാം കൂടി കുക്കറിലിട്ട് ഒറ്റൊരു വിസിലടിച്ചാൽ മതി. നമ്മുടെ സോയാ ബിരിയാണി റെഡിയായി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതൊന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതുണ്ടാക്കാനായി ഞാനിവിടെ 1 കപ്പ് സോയാ ചങ്ക്സ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഇതുപോലെ ചെറിയ സോയാ ചങ്ക്സ് ആണ് എടുത്തത്. വലിയ സോയാ ചങ്ക്സ് എടുത്താലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ച് ഏകദേശം ഒരു 20 മിനിറ്റ് സോക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞു. സോയാ ചങ്ക്സ് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് കളയാം. ഇതുപോലെ മുഴുവനായും പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മൾ കുക്കറിലാണ് ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട, 3 ഏലക്ക, ഏകദേശം ഒരു 5 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം ബേ ലീഫ് ഇത്രയും ചേർത്ത് കൊടുത്ത് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് കീറിയതും ഏകദേശം ഒരു 3/4 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് നല്ല എരിവുള്ളതായതുകൊണ്ടാണ് ഞാൻ ഒന്ന് ചേർത്തത്. നിങ്ങളുടേത് അധികം എരിവില്ലാത്തതാണെങ്കിൽ ഒന്ന് കൂടുതൽ ചേർക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ പച്ചക്കുത്തലൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഏകദേശം ഒരു 3/4 ടീസ്പൂൺ ബിരിയാണി മസാല ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ പൊടികളൊക്കെ ഒരു 30 സെക്കൻഡ് ചൂടാക്കി എടുക്കാം. പൊടികളൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞു. ഇനി ഇതിലേക്ക് 2 തക്കാളി അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു കൈപ്പിടി പുതിനയിലയും ഒരു കൈപ്പിടി മല്ലിയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തക്കാളി നന്നായിട്ട് വെന്തുടയുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. തക്കാളി നന്നായി വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് വെള്ളമൊക്കെ കളഞ്ഞ് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന സോയാ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് മസാലയും സോയാ ചങ്ക്സും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 2 കപ്പ് ബസ്മതി റൈസ് കഴുകി വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. 250 ml കപ്പിൽ 2 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് ഏകദേശം ഒരു 2 മിനിറ്റ് ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ അരിയൊക്കെ അധികം വെന്തുടഞ്ഞു പോകാതെ കിട്ടും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. 2 കപ്പ് അരിക്ക് 3 കപ്പ് തിളച്ച വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതായത് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് എന്ന രീതിയിലാണ് വെള്ളം ചേർക്കുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഉപ്പ് നോക്കി ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് നന്നായി ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് നമുക്ക് ഈ കുക്കർ അടച്ചു വെക്കാം. ഇനി ഇത് അടച്ചു വെച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലടിച്ചാൽ മതി. നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ടാകും. അപ്പോൾ ഒരു വിസിലടിച്ചതിന് ശേഷം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രഷർ മൊത്തം പോയതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതാ അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അവസാനമായിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതുവരെയും നെയ്യൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. സൺഫ്ലവർ ഓയിൽ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്കൊരു ഫോർക്ക് വെച്ച് ഇത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏത് ബിരിയാണി ഉണ്ടാക്കിയാലും ഇതുപോലെ വെന്തതിന് ശേഷം മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഫോർക്ക് വെച്ച് മാത്രമേ മിക്സ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എല്ലാം കൂടി അങ്ങ് ഉടഞ്ഞു പോകും. അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സോയാ ചങ്ക്സ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബിരിയാണി മസാല കൂടി ചേർത്തത് കൊണ്ട് നല്ല മണവും ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുക്കറിലിട്ട് ഉണ്ടാക്കുന്നതായത് കൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെയും സോയാ ചങ്ക്സ് ബിരിയാണി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.